How was your experience? ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതുവരെ വന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുകളിലോട്ട് പോയിട്ട് ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ജഡായു പാറയിൽ കയറാൻ പോണത്. സോ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കേട്ടോ, കയറിയിട്ട് വന്നിട്ട്. ഓക്കെ അല്ലേ? വരുന്നവർ മാക്സിമം കൊടയൊക്കെ കൊണ്ടുവരിക, നല്ല രീതിക്ക് ചൂടുണ്ട്. ഓക്കെ, ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. യെസ്, നമ്മൾ എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കയറിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? മൂവായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കയറാവുന്നത്. അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തത്തില്ല. സോ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ കയറിപ്പോകും. അല്ലാതെ അടുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വാവ്, എന്ത് ഫീൽ ചെയ്യുന്നു? കൊള്ളാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടൊന്നും പറയാം മൈക്ക്. ഫസ്റ്റ് ടൈമാണ് എയറിലോട്ട് ഇങ്ങനെയും പോകുന്നത്. ഞാൻ വണ്ടർലയിലൊക്കെ റൈഡിൽ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അതിന്റെ അത്ര അഡ്വഞ്ചർ അല്ലെങ്കിലും കൊള്ളാം. നൈസല്ലേ? പിന്നെ നൈസ് വ്യൂ സാധിക്കാൻ പറ്റും. വ്യൂ കാണിച്ചു കൊടുക്കാം അവർക്ക്. ഓക്കെ, ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് കേബിൾ കാർസ് താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ട് നോക്കിയാൽ നല്ല രീതിക്ക് എന്തായാലും പേടിക്കും. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട്. കണ്ടോ ആ വ്യൂ? കണ്ടോ? സൂപ്പർ. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴുള്ള കറക്റ്റ് വിഷ്വൽസ് എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു മിഡിലാകുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആവും. എന്നിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിനായിരിക്കും ഹെലിപാഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ഹെലിപാഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഓൾ സിറ്റി കാണാം. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത്. അത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡില് ഫുൾ ഇങ്ങനെ പാറയുടെ ഇതാണ് കേട്ടോ. റൈറ്റ് സൈഡിലാണ് നമ്മൾ നേരത്തെ ആ ഹെലിപാഡിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഫുൾ ഇങ്ങനെ പാറയാണ്. അപ്പോൾ അവിടെ നിന്ന് കേബിൾ കാർ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കേബിൾ കാറിൽ പോകാനായിട്ട് എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ ഉള്ളതാണ്. പക്ഷെ പുള്ളിക്കാരൻ ആ പേടിയൊന്നുമില്ല. അതിൻ്റെതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാര്യമാക്കണ്ട. ഇവിടെ രണ്ട് രീതിയിലാണ് മുകളിലോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ. ഒന്ന് ഈ ഒരു കേബിൾ കാറിൻ്റെ അത് വഴിയും, പിന്നെ വന്നിട്ട് നടന്നുമാണ് വരാൻ പറ്റുന്നത്. സോ നമ്മൾ പോകുന്നത് ഫുൾ കേബിൾ കാറിൻ്റെ ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് വഴിയാണ് നടന്നു വരുന്നതെന്നുള്ളതിൻ്റെ പക്ക കാണാൻ അതൊന്നും പറ്റുന്നില്ല. 360 ഡിഗ്രി വ്യൂ ഫുള്ള് നമുക്കിത് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഫുള്ളാണ്, ഫുൾ വ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങളിതാ ജഡായു പാറയിലേക്ക് എത്താനായിട്ട് പോവാണ്. യെസ്, ഇനിയിപ്പോൾ എത്തും. ഇതാണെന്ന് തോന്നുന്നു ആ വോക്കബിൾ ഡിസ്റ്റൻസിൻ്റെ വഴിയെന്ന് തോന്നുന്നത്. യെസ്, നമ്മുടെ അവിടെ എത്താറായിരിക്കുവാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്.
എത്തുമ്പോഴും സെയിം നമ്മൾ കയറിയത് എങ്ങനെയാണ് അതേപോലെ തന്നെ ഇറങ്ങണം. ഇറങ്ങിയിട്ട് കാണാതെ ഇത് പെട്ടെന്നാണ് ഇത് ഇറങ്ങേണ്ടത്. സോ അതുകൊണ്ട് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഇറങ്ങി. അൺഫോർച്ചുനേറ്റ്ലി മൈക്കിൻ്റെ ചാർജ് തീർന്നതിനാൽ ഇനി പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയത്തില്ല. സോ എങ്കിലും മാക്സിമം ശ്രമിക്കാം കേട്ടോ. സോ ഇതാണ് നമ്മൾ കേബിൾ കാറിൽ ഇറങ്ങിയിട്ട് നടന്നു വന്ന സ്റ്റെപ്സ് കാര്യങ്ങൾ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലത്തെ ഈ ഒരു ഇത്, ലെഫ്റ്റ് സൈഡിലെ വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ വ്യൂ ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് കേബിൾ കാർ പോകുന്നതൊക്കെ ആയിട്ട് കാണാം. ഇതാണ് ഓവറോൾ ഇവിടുത്തെ ഒരു വ്യൂ. യെസ്, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ഒരു സ്കൾപ്ചർ ഇതാ ഇവിടെയാണ്. യെസ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഗുഡ്. ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ, ആ റിലേറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഫുൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. യെസ്. അതൊന്നും അറിയില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും ആ ഒരു ഇതറിയുന്നില്ല, ജസ്റ്റ് കാറ്റിൻ്റെ ഇതുള്ളത് കൊണ്ട്. അപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്ന കുടയുടെ കാര്യം ആലോചിച്ചിട്ട് ഇച്ച അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് കുടയൊക്കെ ഓപ്പൺ ചെയ്ത് ഇതിലിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ, എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. എപ്പോഴാണെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം പോലെ നമ്മൾ കാണുന്നൊരു സംഭവം, അതും നമ്മുടെ കൊല്ലക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം. നമ്മുടെ ബാക്കിൽ തൊട്ട് ബാക്കിലുണ്ട് അതും. പിന്നെ ഇവിടെ കോവിൽ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് കോവിൽ നമുക്ക് കാണാം. കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ വിഷ്വൽസ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ 360 ഡിഗ്രിയും കറങ്ങി നടന്ന് കാണാം. വലിച്ചെള്ളിയിടും. പുള്ളിക്കാരൻ എന്നെയും കാട്ടി ഹൈറ്റ് ഉണ്ട്. സോ ഓരോന്നും നടന്നു പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, നമ്മളങ്ങനെ ജഡായു പാറയിലെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാനൊന്ന് പറയാം കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് ഇതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു പ്ലേസിൽ പോകുമ്പോൾ ചുമ്മാ പോയ കാര്യമില്ലല്ലോ. അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കണമല്ലോ. അപ്പം ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അതായത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം രാമായണത്തിലെ സീതേനെ അപഹരിക്കപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്ത് രാവണനും ജഡായുവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ജഡായു വീണ സ്ഥലമാണ് ഈ ഒരു ജഡായു പാറ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 65 ഏക്കറോളം ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പാറയിലാണ് ഇത് അവർ ഈ ഒരു സ്കൾപ്ചർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികളുടെ സ്കൾപ്ചർ വരുന്നതും ഈ ഒരു കൊല്ലത്തുള്ള ജഡായു പാറയാണ്. സോ കൊല്ലംകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഈ ഒരു സ്കൾപ്ചർ എന്ന് പറയുന്നത്. 200 അടി വീതിയും അതുപോലെ തന്നെ 150 അടി നീളവും 70 അടി ഉയരവുമാണ് ഈ ഒരു സ്കൾപ്ചറിന് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓവറോളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതോടൊപ്പം തന്നെ കൊല്ലംകാർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഹായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക. സോ ഇനി കൊല്ലത്ത് വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ആ ഒരു പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ഇതൊക്കെ ഓവറോൾ എക്സ്പീരിയൻസ് പറയുക കേട്ടോ.
സോ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഇതുപോലെ ഒരു ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓർമ്മകളിലൂടെ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതിൽ കൊടുത്തേക്കുന്നത് ശില്പനിർമ്മാണത്തിന് സാധന സാമഗ്രികൾ പാറമുകളിൽ എത്തിക്കാനായിട്ട് ആദ്യമായി വഴി തന്നത് ഇവിടെ ഉണ്ടായിരുന്ന ശ്രീ തോട്ടത്തിൽ നാരായണൻ പിള്ള എന്ന മഹത് വ്യക്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാധാരണ സാമഗ്രികൾ പാറമുകളിൽ എത്തിച്ചത് ഒരു മെറ്റീരിയൽ വിഞ്ചിലൂടെ ആയിരുന്നു. 1.5 വർഷത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് 800 കിലോഗ്രാം ഭാരം മാത്രം കയറ്റാൻ കഴിയുന്ന വിഞ്ച് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതിസാഹസികമായ ദൗത്യത്തിനിടയിൽ വീരമൃത്യു വരിച്ച അഖിൽ എന്ന യുവാവ് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ശില്പിയിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോവില്. ഈ ഒരു കോവിലിന്റെ സ്കൾപ്ചർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതും പാറയിൽ തന്നെയാണ് തോന്നല്ലേ ചെയ്തേക്കുന്നത്. അതെ, ഫുൾ പാറയിൽ തന്നെയാണ്. കോവിലാണോ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ കോവിലിന് ആ ഒരു ഇതാണ് മുകളിൽ ആ ഒരു സ്തംഭം വെച്ചിരിക്കുന്നതും എല്ലാം. പിന്നെ മുകളിൽ ഓടി കയറാനൊക്കെ തോന്നുന്നു കാണുമ്പോൾ. സോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇനി അടുത്ത് അവിടെ എന്താ ഈ ഒരു സ്കൾപ്ചറിൻ്റെ ബാക്കി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നൊരു ഇതുണ്ട്. അത് യൂട്യൂബിലാണ് ഇത് കണ്ടോ ക്യാം. യാ, എത്ര രൂപ സാധനം അറിയാമോ? നീ വോയിസ് കട്ട് ചെയ്താൽ മതി. ഓക്കേ. കണ്ട ഇവിടുത്തെ വ്യൂ. വാവ്, നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ 6D തിയേറ്റർ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് നോ എൻട്രി ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുൾ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടും. സോ ഇവിടെ ഇവിടുത്തെ ഒരു വ്യൂവും കൂടെ ഉണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ അവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഇവിടെ നിന്ന് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. സോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. എക്സിറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് കേബിൾ കാറിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. ഓക്കെ, നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് താഴെ കേബിൾ കാറിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ കേബിൾ കാറിലിരിക്കുകയാണ്. നമ്മൾ 2 മാത്രമേ ഉള്ളത് കൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാ ഡോർ ക്ലോസ്ഡ് ആയി. സോ നമ്മൾ പോവാണ്. ഇവിടെ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. 300 മീറ്റർ സിപ്പ് ലൈൻ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ താഴെ പോയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ പോകുന്ന വഴിയിലുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മളെ കേബിൾ കാർ മാത്രമല്ല, ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ വന്നിട്ട് സിപ്പ് ലൈനിന്റെ തൂങ്ങിപ്പോകുന്നതിന്റെ ആ ഒരു ഇതില്ല, അതിന്റെയൊക്കെ വർക്ക് ഓൺ പ്രോഗ്രസ് നടക്കുവാണ്. അതിന്റെ ആ ഒരു ഇതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി താമസിയാതെ അതും കൂടെയൊക്കെ വരും. ഇത് ഇപ്പോഴും ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുവാണ് ഒരുപാട് കാര്യങ്ങൾ. അതുവഴിയാണ് വോക്കബിൾ ആയിട്ട് വരുന്ന വഴി കേട്ടോ. നമ്മളിപ്പം തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ മറ്റേ തിയേറ്ററിന്റെ ആ ഒരു ഇതൊക്കെ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഇനി വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നമ്മൾ ജഡായുവിന് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുവാണ്. യെസ്.
അപ്പോൾ നമ്മളിതാ കേബിൾ കാർ ഇറങ്ങി തിരിച്ച് എക്സിറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. എക്സിറ്റ്. അടുത്തുള്ള സ്ഥലങ്ങൾ നിയറസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. പാലരുവി വാട്ടർഫോൾസ്, കൊല്ലം ബീച്ച്, തെന്മല ഡാം, പിന്നെ എന്തുവാ മൺട്രോ ഐലൻഡ്, അങ്ങനെ. പിന്നെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് നോക്കിയാണെങ്കിൽ സൂ, കോവളം ബീച്ച്, മാജിക് പ്ലാനറ്റ്, പത്മനാഭസ്വാമി ടെമ്പിൾ, അങ്ങനെയൊക്കെ വർക്കല ബീച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് എക്സിറ്റ്. സോ നമ്മൾ ഇവിടെ നിന്ന് ലാസ്റ്റ് താഴോട്ട് ഇറങ്ങുവാണ്. അടുത്ത എക്സിറ്റ് എന്തോ ഇവിടെ ഹീറോയിക് ക്യാപ്ചേഴ്സ്. ഇവിടെ നേരത്തെ നമ്മൾ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നിറയെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഗെയിമിൻ്റെ ഒക്കെ ഉണ്ട്, അഡ്വെഞ്ചറിൻ്റെ ഒക്കെ. ഇവിടെ ഗെയിമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോന്നും എറിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമിൻ്റെതാണ്. ഇവിടെ ഒരു ബോളിന് 100 രൂപ, 3 ബോളിന് 200 രൂപ. ഇവിടെ ഈ പൊമ്മക്കുട്ടിയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഭയങ്കര സ്ലോയിൽ എല്ലാം നോക്കാം. പക്ഷെ ഞാനും ആ സ്ലോയിൽ അറിയാൻ വേണ്ടിയാ നോക്കിയേ, പക്ഷേ പറ്റിയില്ല. പക്ഷെ 3 ബോൾ കൊടുക്കാറില്ല, 2 ബോളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായി. അവന് 2 വീണല്ലേ, അപ്പൊ അവന് ഇവിടെ ആയിരിക്കും. ഇവിടെ 2 വീഴ്ത്തണോ? അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ, 1 വീഴ്ത്തിയ സങ്കടം വേണ്ട. അപ്പൊ എന്ത് നമ്മൾ 2 രേഖ വെള്ളം കുടിച്ചു തീർന്നു. എക്സിറ്റ് ഗൈസ്, എക്സിറ്റ്. ഇറങ്ങിപ്പോവാൻ. സോ ഞങ്ങള് ഇതാ പോവുകയാണ് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മുകളിൽ കണ്ട വിശേഷങ്ങളായിട്ട്. ജഡായു പറയെ പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ.